സാന്ത്വനം സീരിയലിന്റെ 17ാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ ആനന്ദ് മദ്യം കഴിച്ച് വിഷമത്തോടുകൂടി റൂമിലിരുന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആനന്ദിന്റെ വിവാഹ കാര്യം അച്ഛൻ വീട്ടിൽ സമ്മതിക്കാത്തതിന്റെ സങ്കടമാണ്. ഇത് കണ്ട് ആര്യൻ ആകാശിനോട് വന്നു പറയുന്നുണ്ട്, ഏട്ടനെങ്കിലും ഏട്ടന്റെ കാര്യം അച്ഛനോട് പറയണം. ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചുമന്നുകൊണ്ടുവരാൻ എനിക്കാകില്ല. അതുകൊണ്ട് തന്നെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് ആര്യൻ ആകാശിനെ ഉപദേശിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അച്യുതന്റെയും ആനന്ദിന്റെയും വീട്ടിൽ ഒരു പെണ്ണ് കാണൽ നടക്കുകയാണ്. അങ്കിതയെ പെണ്ണ് കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഇവർ പെണ്ണ് കണ്ട് ഇറങ്ങിയതിനു ശേഷം കാറിൽ കയറുന്ന സമയത്ത് ബാലൻ സ്കൂട്ടർ കൊണ്ടുവന്ന കാറിന്റെ മുന്നിൽ നിർത്തുന്നു. ഇത് കണ്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അച്യുതനും ആനന്ദനും വിചാരിച്ചത് ബാലൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നുവെന്നാണ്. അവർ കാറിനരികിൽ വന്നു നിന്ന് ബാലൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നു. ബാലൻ ഈ വിവാഹം മുടക്കുമോ എന്നുള്ള പേടിയാണ് അച്യുതനും ആനന്ദനും. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. പെണ്ണ് കാണാൻ വന്ന കൂട്ടർക്ക് ബാലനെ നല്ല പോലെ അറിയാം. പണ്ട് ബാലന്റെ ഷോപ്പിനടുത്ത് ഇവരുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാലനെ കണ്ടതും അവർ പഴയ പരിചയമൊക്കെ പുതുക്കുന്നുണ്ട്. എന്നാൽ അവർ പോയതിനു ശേഷം അച്യുതനും അനന്തനും ബാലന് നേരെ തട്ടിക്കേറുന്നുണ്ട്. ബാലൻ വിവാഹം മുടക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞോ എന്ന് അച്യുതനും അനന്തനും അറിയണം. ഇത് മനസ്സിലാക്കി ഗോമതി അങ്ങനെയൊന്നും ബാലൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് നേരെ തട്ടിക്കേറുകയാണ്. പിന്നീടുള്ള സീൻ കാണിക്കുന്നത് മീനാക്ഷി വീട്ടിലിരിക്കുന്ന സമയത്ത് ആകാശിന്റെ ഫോൺ വരുന്നു. സംഭവം മറ്റൊന്നുമല്ല, ആകാശും ആര്യനും കൂടെ മീനാക്ഷിയെ പെണ്ണ് ചോദിക്കാൻ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമമാണ്. ഇത് കേട്ട് മീനാക്ഷി സന്തോഷിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ അച്ഛന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്കയും മീനാക്ഷിക്കുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആര്യനും ആകാശും പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇവരെ കണ്ടതും മീനാക്ഷിയുടെ അച്ഛന് മനസ്സിലാകുന്നു ഇത് ബാലന്റെ മക്കളാണെന്ന്. മീനാക്ഷിയുടെ അമ്മ ഉടനെ പറയുന്നു, പലചരക്ക് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ്, ഇനി ഇപ്പോ അതിന്റെ ആവശ്യമില്ല എന്ന്. അവർ വിചാരിച്ചത് കടയിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വന്നവരായിരിക്കുമെന്നാണ്. അപ്പോൾ ആര്യൻ പറയുന്നു, ഞങ്ങൾ മീനാക്ഷിയെ പെണ്ണ് കാണാൻ വന്നതാണ്. ആകാശം മീനാക്ഷിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ആര്യൻ പറയുന്നു. ഇത് കേട്ട മീനാക്ഷിയുടെ അച്ഛനും അമ്മക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം മീനാക്ഷിയുടെ അച്ഛൻ അത് കൺട്രോൾ ചെയ്തു വെച്ചിട്ട് തന്നെ ആകാശിനോടും ആര്യനോടും പറയുന്നു, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, ഇതൊക്കെ മുതിർന്നവർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ലേ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാമെന്ന്. എന്നാൽ ആകാശും ആര്യനും അതൊക്കെ വിശ്വസിച്ച് അവർക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു. എന്നാൽ അതിനുശേഷം മീനാക്ഷിയെ അച്ഛൻ ദേഷ്യത്തോടു കൂടി തന്നെ ഉന്തുകയും തള്ളുകയും ചെയ്യുന്നുണ്ട്. ആ പലചരക്കുകാരനെയാണോ നിനക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. കാണിക്കുന്നത് ബാലനും വീട്ടുകാരുമൊക്കെ ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ്. ആ സമയത്ത് ആനന്ദിനെ മാത്രം അവിടെ കാണുന്നില്ല. അപ്പോൾ ബാലൻ അന്വേഷിക്കുന്നു ആനന്ദ് എവിടെയാണെന്ന്. അപ്പൊ ഗോമതി പറയുന്നുണ്ട് അവന് വയ്യ, ഛർദിച്ചിട്ട് ആകെ വയ്യാണ്ട് കിടപ്പിലാണെന്ന്. അങ്ങനെ ബാലൻ ആനന്ദിനെ നോക്കാനായിട്ട് മുറിക്കകത്തേക്ക് പോകുന്നു. ആ സമയത്ത് ആനന്ദിന്റെ പെരുമാറ്റം കണ്ട് ബാലന് സംശയം തോന്നുന്നു. അങ്ങനെ ആനന്ദ് കുടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ബാലൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ പിന്നിൽ തന്റെ പ്രണയം നടക്കാതിരുന്നതിന്റെ സങ്കടമാണെന്നൊക്കെ ബാലൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഗോമതി ഒരുപാട് കരയുന്നുണ്ട്. എന്റെ മകൻ മദ്യപിക്കില്ല, എന്തോ ഭക്ഷണം കഴിച്ചിട്ട് പിടിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഉണ്ടായ കാര്യമെല്ലാം ബാലനോടും ഗോമതിയോടും തുറന്നു പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും അവിടെ മറ്റൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം ബാലന് ഗോമതിയും വിചാരിച്ചിരിക്കുന്നത് മദ്യം വാങ്ങിക്കൊടുത്തത് ആര്യനാണെന്നാണ്. ആര്യൻ അത് എത്ര പറഞ്ഞിട്ടും ബാലനും ഗോമതിയും വിശ്വസിക്കുന്നില്ല. ഇതിനിടക്ക് ഗോമതി പറയുന്നു, അച്ഛൻ നിങ്ങളെ വഴക്ക് പറയുന്നതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്ന്. അപ്പൊ ആര്യൻ ഇടപെട്ട് പറയുന്നുണ്ട്, അങ്ങനെ മാത്രം പറയരുത്, ഇത് ഞങ്ങൾ സഹിച്ചാലും ദൈവം പോലും സഹിക്കില്ല എന്ന്. അങ്ങനെ ആര്യൻ അവിടുന്ന് ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ബാലനും രാമേട്ടനും കൂടെ കടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണക്കുകൾ തീരാത്തത് കൊണ്ട് തന്നെ ബാലൻ വളരെ താമസിച്ചും കടയിലിരുന്ന് കണക്കുകൾ കൂട്ടുകയാണ്. ആ സമയത്ത് രാമൻ നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ബാലൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. ആ ഒരു സമയത്താണ് മീനാക്ഷിയുടെ അച്ഛൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ഈ ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രൊമോ ആയിട്ട് ഇടക്ക് കാണിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു പലചരക്ക് കടക്കാരന്റെ മകനെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതൊക്കെയായിരിക്കും കാണിക്കുക. അടുത്ത എപ്പിസോഡിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.